കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ മല്ലി. എന്റെ അച്ഛനെല്ലാം സുഖമാവാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. കൗസല്യ, ഇവന് കുളിക്കാൻ വെള്ളം തിളപ്പിക്കും മോളെ. മുത്തശ്ശി, ഞാൻ വെക്കാം മുത്തശ്ശി. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. അത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നും അല്ല മോളെ. എത്ര ബുദ്ധിമുട്ടായാലും സാരില്ല, ഞാനിത് ചെയ്യാൻ തയ്യാറാ മുത്തശ്ശി. എന്റെ അച്ഛനേക്കാളും വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല. ചെയ്യുന്നതൊക്കെ നല്ലതാ, പക്ഷെ ഈ ഭവാനിയമ്മയെ കുമ്പിടാനുള്ള 5 സുന്ദരിമാരെ എവിടുന്ന് കിട്ടാനായിപ്പോ? നല്ലത് നടക്കുന്നതിന് വേണ്ടി നമ്മൾ നാഗഗണങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾ നാഗഗണത്തിൽ നിന്ന് 5 സുമംഗലികളെ കൊണ്ടുവരാം. മുത്തശ്ശി, നമ്മുടെ പ്രാർത്ഥനയിൽ സത്യം ഉണ്ടെങ്കിൽ ആ സത്യത്തിന്റെ ശക്തി തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉറപ്പായിട്ടും പരിഹാരം കണ്ടെത്തിയിരിക്കും. നാഗദേവൻ തന്നെ നേരിട്ട് വന്ന് എന്റെ ചേട്ടത്തിക്ക് പൊട്ട് തൊട്ടുകൊടുത്ത് ആശീർവദിച്ചെങ്കിൽ ആ നാഗങ്ങളെ തന്നെ ആഭരണമായി അണിഞ്ഞിരിക്കുന്ന ശിവന് തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛന് വേണ്ടി ഞാൻ ഈ നേർച്ച എടുക്കുകയാണ്. തീർച്ചയായും ചെയ്യും. പക്ഷാഘാതം സംഭവിച്ചതുകൊണ്ട് ഇനി എന്റെ അളിയനെ എപ്പോഴും വീട്ടിൽ തന്നെ കാണും. അതിനർത്ഥം ഇനി മുതൽ ഈ വീടിന്റെ അധികാരം, നാടിന്റെ അധികാരം എല്ലാം എന്റെ കയ്യിൽ തന്നെ. ഞാൻ അയാളുടെ സ്വന്തം അളിയനായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അളിയന്റെ എല്ലാ അധികാരവും എന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. ഐശ്വര്യ ഇങ്ങനെ സ്വത്തിന്റെ രൂപത്തിലോ സ്വർണത്തിന്റെ രൂപത്തിലോ വരുമെന്ന് വിചാരിച്ചതല്ലാതെ ഇങ്ങനെ എന്റെ അളിയന്റെ പക്ഷാഘാതത്തിന്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചതേ. ആടാ നീയൊക്കെ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നത്? ആരടി നീ? അപ്പൊ പേടിയുണ്ട്? ആരാ നിങ്ങള്? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, ഞാൻ ചോദിച്ചോളാം. നിങ്ങളെന്ത് ചോദിക്കാനാ? എനിക്ക് ആ മന്ത്രവാദിനിയെ കാണണം. അത് കത്തി മാറ്റ്. എനിക്ക് ആ മന്ത്രവാദിനിയെ കാണണം. ഏത് മന്ത്രവാദി? അറിയില്ലെന്ന് നീ കള്ളം പറയാതിരുന്നെങ്കിൽ നിന്നെ ഞാൻ അടിക്കില്ലായിരുന്നു. കള്ളം പറഞ്ഞതിനാ നിനക്ക് പടി കിട്ടിയത്.
നാട്ടിൽ വന്ന് നിന്നെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്റെ സ്കെച്ചും എന്റെ പവറും എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. രണ്ടാമതും എന്നോട് ചോദ്യം ചോദിപ്പിക്കാനാണെങ്കിൽ ഉത്തരം പറയാൻ പോകുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ഉറപ്പായും ഏതെങ്കിലും ഒരു പാർട്ട് ശരീരത്തിൽ ഉണ്ടാവില്ല. രണ്ടാമതൊന്നും ചോദിക്കണോ? വേണ്ട പ്ലീസ്, കത്തി മാറ്റി. ചെറിയൊരു മുറിവ് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല. അങ്ങനെയുള്ളപ്പോ വലിയൊരു മുറിവുണ്ടായാലോ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല. ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ആ കാണുന്ന മലയൊക്കെ കടന്ന് കാട്ടിനുള്ളിലേക്ക് പോവാന്ന് വിചാരിക്കും. അവിടെ ഒരു ഗുഹയുണ്ട്. ഞാനായിട്ട് അവരെ കൂട്ടിക്കൊണ്ടു വന്നതല്ല, അവരെന്നെ വിരട്ടി. അതുകൊണ്ടാ ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നത്. നിനക്കിവിടെ എന്താ ജോലി? നിന്റെ കൂടെ ഒരു ഡീൽ ഉറപ്പിക്കാൻ വന്നതാ. നിങ്ങൾ പറയുന്ന പോലെ സംബന്ധം കൂടാൻ ഞാനിവിടെ കച്ചവടം അല്ല നടത്തുന്നത്. ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കച്ചവടം തന്നെയാ. നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ടൈം വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഡയറക്റ്റായി പോയിന്റിലേക്ക് വരാം. നിന്റെ മന്ത്രശക്തിയുടെ കൂടെ എന്റെ യന്ത്രശക്തി കൂടി ആയാൽ നമ്മുടെ രണ്ടുപേരുടെ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കും. എന്തു പറയുന്നു? എനിക്ക് നിന്നെ പോലുള്ള ആളുകളുടെ ഒരാവശ്യവും ഇല്ല. എന്റെ മന്ത്രശക്തി കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും സാധിക്കാൻ കഴിയും. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അന്ന് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ഏയ്, പരിഹസിക്കുകയാണോ? പ്രാക്ടിക്കലായി ആലോചിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയായിരുന്നു. നിന്റെ ഈ ഓൾഡ് മോഡൽ ഹെവി ഗെറ്റപ്പിന് നീ ബേസ് വോയിസിൽ പറയുന്ന മനസ്സിലാവാത്ത മന്ത്രങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും പറ്റില്ല. ടെക്നോളജി ഒക്കെ വലുതായി കഴിഞ്ഞു. നീ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയാൽ നന്നായിരിക്കും. കൂടുതൽ പ്രസംഗം വേണ്ട. എന്റെ മന്ത്രശക്തിയെക്കാളും നിന്റെ യന്ത്രശക്തി എത്ര വലുതാണെന്ന് പറയാം. വലുതെന്ന് മാത്രമല്ല, ഇപ്പൊ ഞാനത് കാണിച്ചു തരാം. നിന്റെ ഏരിയയില് നിനക്കറിയാത്ത ആരിങ്ങോട്ട് വന്നാലും നിനക്കറിയാൻ വേണ്ടി ഇവിടെ മണിശബ്ദം ഉണ്ടാവാറില്ലേ? പക്ഷെ ഞാൻ വന്നപ്പോ മണി അടിച്ചില്ലല്ലോ. എന്റെ കയ്യിലുള്ള ടെക്നോളജി വെച്ച് ഞാൻ അകത്തേക്ക് വന്നത് നിനക്ക് അറിയാത്ത രീതിയിലാക്കി. ഇത്രയൊക്കെ ടെക്നോളജി അറിയാമെങ്കിൽ പിന്നെന്തിനാ എന്നെ അടിച്ച് ഈ സ്ഥലം കണ്ടുപിടിച്ചത്? ടെക്നോളജി ഒന്നും അത്ര വലിയ കാര്യമില്ലെന്നല്ലേ നീ പറഞ്ഞത്. ഇപ്പൊ അതിന്റെ പവർ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ദാ കാണ്.
ദാ കാണ്. ഇവിടെ എന്ത് നടന്നാലും ശരി, ആരെന്ത് ചെയ്താലും ശരി, ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കാണാം. ഇതെങ്ങനെയുണ്ട്? അതൊക്കെ അറിയാനായി എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇപ്പൊ കാണിച്ചത് എന്നെ കൊണ്ട് ഊഹിച്ച് പറയാൻ സാധിക്കും. അത് ശരിയായിരിക്കും. പക്ഷേ ഇത് വെച്ച് നമുക്ക് എവിടെ ഇരിക്കുന്ന എന്ത് സാധനവും എടുത്തോണ്ട് വരാൻ പറ്റും. നോക്ക്. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് വിളിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പോലും എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വരും. സത്യം സത്യം, ഞാനും ചിലപ്പോ അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ ഡ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാല് പോലും വെക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോകാൻ കഴിയും. കാണണോ? കാണു. നിനക്ക് കേറാൻ കഴിയാത്ത രക്ഷാവലിയം വെച്ചിരിക്കുന്ന സ്ഥലമില്ലേ, അവിടേക്ക് ഡ്രോൺ പോകും. നിനക്ക് ഇതുവരെയും ആ ക്ഷേത്രത്തിലൊന്ന് കാല് വെക്കാൻ പോലും പറ്റിയില്ലല്ലോ. പക്ഷെ ഇതിലൂടെ ആ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ വരെ പടം കിട്ടും. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നന്നായിരിക്കുന്നു. അത്ഭുതം. നീ എന്നെക്കാളും വലിയ മന്ത്രവാദിയെ പോലുണ്ടല്ലോ. നിന്റെ യന്ത്രബലം എനിക്ക് തീർച്ചയായും എനിക്ക് പ്രയോജനപ്പെടും. നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ ഇനി. താങ്ക് യു. 1 മിനിറ്റ്. ഈ ഡ്രോണിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. മാഡം, ഫോൺ. ഇതെന്താ? ഇതെപ്പോ എവിടെന്നാ ഈ ഡ്രോൺ? ഒരുപക്ഷെ ഞാൻ ഇവിടെയുള്ള കാര്യം ആരെങ്കിലും മനസ്സിലാക്കി. പറയ്. സോറി മാഡം. എന്തിനാ സോറി? നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന ആൾ എസ്കേപ്പ് ആയി. വാട്ട്? എങ്ങോട്ട് എസ്കേപ്പ് ആയെന്നാ? യു ഇഡിയറ്റ്സ്! നീയൊക്കെ അവിടെ എന്ത് ചെയ്യായിരുന്നു? അയാൾ ഒരിക്കലും രക്ഷപ്പെടരുത്. അവിടെ എല്ലാം അന്വേഷിക്ക. എനിക്ക് അയാളെ കിട്ടിയേ പറ്റൂ. ഇനി അയാൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരി മാഡം. ഏയ് വാടാ.
എന്താ പെണ്ണെ പറ്റിയത്? എന്തോ പ്രശ്നമുള്ളതുപോലെ. അതൊന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ എന്റെ മന്ത്രസിദ്ധി ഉപയോഗിച്ച് നിന്നെ ഇപ്പോൾ സഹായിക്കട്ടെ. അതിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ തന്നെ തനിയെ തീർക്കേണ്ട പ്രശ്നമാണ്. പറയൂ, എന്താ? നിനക്ക് പറയാൻ മടിയാണോ? നമുക്ക് ഒരുമിച്ച് ചെയ്യാനും പ്രശ്നങ്ങൾ തീർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈ മൈ ഡിയർ ഓൾഡ് ലേഡി. ബോയ്സ്, ഈ കാർത്തിക മാസത്തില് നീ കഠിനമായ വ്രതം എടുത്തുകൊണ്ട് ശിവനാമം ജപിച്ച് ശിവലിംഗത്തിന് ചുറ്റും 24 മണിക്കൂർ തുടർച്ചയായി പ്രദക്ഷിണം വെച്ചാൽ ഭവാനിയുടെ അച്ഛന്റെ എല്ലാ അസുഖവും പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. എന്തുപറ്റി? താനെന്താ ഇങ്ങനെ ടെൻഷനായി നിൽക്കണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞോളൂ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അത് ഞാൻ ഈ നേർച്ച എടുക്കുകയാണെങ്കിൽ എന്റെ അച്ഛന് അസുഖമെല്ലാം ഭേദാവുന്ന മല്ലി പറഞ്ഞത്. ദീപം ഞാൻ കയ്യിലേന്തി അതണയാതെ കാത്ത് എന്റെ തലയ്ക്ക് മേലെ വെച്ച് ശിവഭഗവാന്റെ നാമം ചൊല്ലി ശിവലിംഗത്തെ 24 മണിക്കൂർ തുടർന്ന് ചുറ്റിക്കൊണ്ടേയിരിക്കണം. ആ 24 മണിക്കൂർ നേരവും ദീപം അണയാതെ മറ്റു തടസ്സങ്ങളൊന്നും വരാതെ പ്രദക്ഷിണം ചെയ്ത് വരണമെന്ന്. ഓക്കേ. ഇതിനെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? സത്യം പറയുവാണെങ്കിൽ ഇത് എനിക്ക് അഭിപ്രായം പറയാവുന്ന ഒരു വിഷയമല്ല. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഇയാളാണ്. ആദ്യം ഇയാളുടെ അഭിപ്രായം എന്താന്ന് പറ. ഇയാള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, അതോ അതൊക്കെ അന്ധവിശ്വാസം എന്നാണോ ചിന്തിക്കുന്നത്?